നമസ്കാരം, ഞാൻ ലക്ഷ്മി. ചക്കയൊക്കെ കഴിഞ്ഞു തുടങ്ങി. നാട്ടിൽ നല്ല മഴയല്ലേ, അപ്പോൾ ചക്കയിലൊക്കെ വെള്ളം കയറി തുടങ്ങി. അപ്പം എൻ്റെ വീട്ടിലും ചക്ക കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ ചക്ക കഴിയുന്നതിന് മുമ്പായിട്ട് ചക്ക വെച്ചിട്ടൊരു വിഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ചക്ക എരിശ്ശേരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചക്ക എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ ചക്ക എടുത്ത് അതിൻ്റെ പകുതിയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ കൂടുതലും എക്സ്പേർട്ട് അമ്മയാണല്ലോ, അപ്പോൾ ഞാൻ അമ്മയെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഞാനൊക്കെ ചെയ്യാനായിരുന്നു കുറേ നേരം എടുക്കും ഇതൊക്കെ ചെയ്തു വരാനായിട്ട്. ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കാം. എൻ്റെ ചവണിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. നമ്മൾ തന്നെ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ മടിയാവും, ഇത്രയും പണി ചെയ്യും വേണം. കഴിക്കാനും അധികം പേരില്ലല്ലോ, 1-2 പേരല്ലേ ഉള്ളൂ. വീട്ടിലൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ കൂടുതലും വയ്ക്കാറും കഴിക്കാറും. നമുക്കിനി അത് നുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇതുപോലെ കഴുകിയെടുക്കാം. ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്. ചട്ടിയിലേക്ക് മാറ്റുകയാണ്. കഴുകിയിട്ട് ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഇതിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്, അത് ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് കുക്കറിൽ ചെയ്യുന്നവരാണെങ്കിൽ 1 വിസിൽ മതി കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ചക്ക. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇതൊരു 10 മിനിറ്റെങ്കിലും എടുക്കും ചക്ക ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള നാളികേരം ചിരകിയെടുക്കാം. 1 മുറി നാളികേരം വേണം നമുക്കിതിലേക്ക്. അപ്പോൾ അതൊന്ന് ചിരകിയെടുക്കാം ആദ്യം. അപ്പോൾ ഞാൻ നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 മുറിയുടെ 3/4 ഭാഗവും ഞാൻ ചതയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് അത് ചതച്ചെടുക്കണം. ബാക്കി കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് വറുത്തിടാനായിട്ടാണ് അവസാനം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ജീരകവും നാളികേരം കൂടി ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചക്ക നന്നായിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായി തിളയ്ക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നു, നന്നായി വെന്തുണ്ട് ചക്ക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആ ജീരകവും നാളികേരവും കൂടി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വറുത്തിടേ വേണ്ടു. അപ്പോൾ വറുത്തിടാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച നാളികേരം കുറച്ച് ചേർത്ത് കൊടുക്കാം. നാളികേരം ഒന്ന് വറുത്തെടുക്കണം.
നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം എടുക്കും നാളികേരം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരാനായിട്ട്. നമ്മൾ ഇതിൽ വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഈ വറുത്തിടുമ്പോൾ ഉള്ള വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് അധികം ഇട്ടാൽ നമുക്ക് ആ എരിശ്ശേരിക്ക് കുറച്ചും കൂടി ഒരു സ്വാദ് ഉണ്ടാവും. നമുക്കിനി അതൊന്ന് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ചക്കരിശ്ശേരി റെഡിയായി. ഇപ്പോൾ ചക്കരിശ്ശേരി കണ്ടില്ലേ? ഈ സീസണിൽ ഇനി ചക്ക കിട്ടുമെന്ന് അറിയില്ല. കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.